ഇന്ത്യ ലോകശക്തിയാകുന്നത് തടയാൻ ശ്രമം നടക്കുന്നു. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി അമേരിക്കയെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രത്യേക പ്രതിനിധി. ലോകശക്തി എന്ന ഖ്യാതി നിലനിർത്താൻ വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്ക ഇന്ധനം നൽകുന്നുവെന്ന് ഇറാൻ. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ലോകശക്തികളായി ഉയരുന്നത് തടയാനാണ് അമേരിക്ക യുദ്ധം സൃഷ്ടിക്കുന്നത്. ലോകത്തിന്റെ അധികാരം ഈ രാജ്യങ്ങളിലേക്ക് മാറുന്നത് തടയുക എന്നതാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രത്യേക പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പ്രതികരിച്ചു. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ ഒരു പങ്കാളിയായി കാണാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നാണ് അബ്ദുൾ മജീദ് ഹക്കീമിന്റെ വാക്കുകൾ. പശ്ചിമേഷ്യ അശാന്തിയിലേക്ക് തള്ളിവിട്ട ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കാണ്. യുദ്ധം തുടങ്ങിയത് ഇറാനല്ല, അമേരിക്കയാണെന്നും അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പറഞ്ഞു. ഇറാൻ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറാണ്, എന്നാൽ അമേരിക്ക ആക്രമണം നിർത്തിയാൽ ഉടൻ തന്നെ തങ്ങളും ആക്രമണം നിർത്തും. യുഎസുമായി നടന്നിരുന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയത് എന്ന് ഇലാഹി ആരോപിച്ചു. ആക്രമണത്തിലൂടെ സമാധാനത്തിനുള്ള വലിയൊരു അവസരമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തകർത്തത് എന്നും ഇറാൻ പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നു. രണ്ട് തരത്തിലുള്ള യുദ്ധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് സൈനികവും രണ്ടാമത്തേത് ആഖ്യാനങ്ങളുടേതുമാണ്. വ്യാജ വാർത്തകൾ നിരവധി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇറാനിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ ആദ്യം പ്രധാനം. ആദ്യ യുദ്ധത്തെക്കാൾ വലുതാണ് വ്യാജ വാർത്തകളാൽ സൃഷ്ടിക്കപ്പെടുന്ന രണ്ടാമത്തെ സാഹചര്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ആത്മരക്ഷാർത്ഥമാണ് പോരാടുന്നത്, ഇറാന്റെ അവകാശങ്ങൾ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. സമാധാനത്തിനായി പ്രധാനമായും 3 ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. നിലവിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, ഭാവിയിൽ ഇറാന് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുക, ഇറാനുമേലുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുക തുടങ്ങിയവയാണ്. ഞങ്ങൾ യുദ്ധം തുടങ്ങിയവരല്ല, അമേരിക്കയാണ് യുദ്ധം തുടങ്ങിയത്. അമേരിക്ക ആക്രമണം നിർത്തിയാൽ ഉടൻ തന്നെ ഞങ്ങളും പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയത്. സമാധാനത്തിലുള്ള വലിയൊരു അവസരം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തകർക്കുകയായിരുന്നു. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ലോകശക്തികളായി ഉയരുന്നത് തടയാനാണ് അമേരിക്ക യുദ്ധം സൃഷ്ടിച്ചത്. ലോകത്തിന്റെ അധികാരം ഈ രാജ്യങ്ങളിലേക്ക് മാറുന്നത് തടയാനും അമേരിക്കയുടെ ആഗോളാധിപത്യം നിലനിർത്താനുമാണ് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ ഒരു പങ്കാളിയായി കാണാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇറാനിൽ മോശം സാഹചര്യം ഉണ്ടായിരുന്നിട്ടും രാജ്യം സ്ഥിരത ഉള്ളതാണ് എന്നും പ്രവർത്തനങ്ങൾ തുടരുമെന്നും വേഗത്തിൽ തീരുമാനമെടുക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.